നമ്മളിവിടെ പെട്രോളിൽ കൊണ്ടുവന്ന ഒട്ടോപക്ഷി വെറും പൊടിയാണ്. ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒട്ടോപക്ഷിക്കുള്ളത്. ഇത് ഗ്രോവറാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ തന്നെ പ്രാവിൻ്റെ സീഡ് മിക്സ് ഉണ്ട്. അത്യാവശ്യം അതിലുണ്ടോ ഗോതമ്പ്, കടല, പയർ ഇങ്ങനെ മിക്സായിട്ടുള്ള ധാന്യത്തിൻ്റെ മിക്സാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഈ ഒരു ക്വാണ്ടിറ്റി അല്ല, ഒരു 2 മണിക്കൂർ ഗ്യാപ്പിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി നമ്മൾ പെട്രോളിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു 5 മാസം അടുപ്പിച്ചായി. നമ്മൾ 2.5 മാസം 3 മാസം പ്രായമുള്ളൂ. ഒരു വയസ്സിനകത്ത് പ്രായമായി. അത്യാവശ്യമാണ് എന്നെക്കാട്ടി ഇതായി ഹൈറ്റ് വരും. വേണ്ടേ? ഇതാണ് നമ്മുടെ ഒട്ടപ്പക്ഷികൾ. കണ്ടോ, ഇവൻ മെയിലും ഒരു ഫീമെയിലുമാണ്. എന്താ ഇവൻ നമ്മളെക്കാട്ടി വളർന്നിട്ടുണ്ട്. പെട്ടെന്ന് വളർന്നത് ഒട്ടപ്പക്ഷി. പ്രത്യേകിച്ച് വേറെയുള്ള ബേഡിനെ അപേക്ഷിച്ച് പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ഒരു ബേഡാണ്. ഇതാണ് നമ്മുടെ മെയിൽ ബേഡ്, ഫീമെയിൽ ബേഡ്. അവന്മാരെ നമ്മൾ ഫുഡൊക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നുണ്ടോ. ഈ ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുഞ്ഞായതുകൊണ്ട് ഇതോടൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വൈൽഡ് ആയിക്കഴിഞ്ഞാൽ ചെറിയ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒട്ടകപ്പക്ഷി, എമുവിനൊക്കെ, എമു പിന്നെ അത്രയ്ക്ക് പ്രശ്നമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ആയതുകൊണ്ട് അതിൻ്റെ പവർ ഉണ്ട് അവർക്ക്. അപ്പോൾ കാട്ടിലൊക്കെ നമ്മൾ സിംഹത്തിനെയൊക്കെ അടിച്ചിടുന്ന കഥകളും അതൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ നിന്നൊക്കെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കണക്ക് വളർത്തിക്കഴിഞ്ഞാൽ സിമ്പിളാണ്, സൈലൻ്റാണ്. ഒരു കാരണവശാലും നല്ല അടിപൊളി ഒരു പെറ്റാണ്. നമുക്ക് ഒരു ദ്രോഹം ഉണ്ടാവത്തില്ല. അതേ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാതെ വളർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ അറ്റാച്ച് ചെയ്യാനും അതിനെ മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഒരു 3-4 നേരമൊക്കെ ഫീഡ് കൊടുക്കുന്നത് ഇങ്ങനെ അപ്പിൽ കൊടുക്കും. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ കേജ് കൊണ്ട് അങ്ങോട്ട് ഇതിനെ ഇറക്കി വിടും. ഇത് ജസ്റ്റ് ഒരു ഷെൽട്ടറാണ്. ഇതിന് മാത്രം നമ്മൾ ഈ കേജിനകത്തോട്ട് കയറ്റും. പിന്നെ നല്ലൊരു ഏരിയ ഉണ്ട്, അതിന് തുറന്ന് നടക്കാനും ഓടാനും ഒക്കെയുള്ള ഒരു ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് കൂടിനകത്ത് കയറി ഇവന്മാരെന്ന് കാണിച്ചു തരാം. അപ്പോൾ കൂടിനകത്ത് കയറിയിട്ട് നമ്മുടെ ഒട്ടകപ്പക്ഷികളെന്ന് കാണാം. അതേസമയത്ത് ഞാനല്ല ഒരാൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കത്തില്ല, ഓടും. അതായത് നമ്മളകത്ത് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതാണ് ഫീമെയിൽ. കമ്പാരിസൺലി ഫീമെയിൽ മെയിലിനെ അപേക്ഷിച്ച് വലിപ്പക്കുറവാണ്. ഇവിടെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിറക്. നമ്മൾ എമുവിനെ അപേക്ഷിച്ച് എമുവിന് 3 ഫിംഗറാണ് വാക്കാലേ വരുന്നത്. ഒട്ടകപ്പക്ഷിക്ക് 2 ഫിംഗേഴ്സേ വരുത്തുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ഇത് പക്ഷികൾ കൂട്ടി ഇവർക്ക് ചിറക് വരുന്നുണ്ട്. എമുവിന് ചിറകില്ല. എമുവിന് ജസ്റ്റ് ഒരു കൈ പോലെ 2 സംഭവമാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ ഒട്ടകപ്പക്ഷികൾ വെറും ചെറിയ കുട്ടികളായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് വളർന്നു. ഇപ്പോൾ നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് വെളിയോട്ട് ഇറങ്ങാം. ഇവന്മാരൊന്ന് ഇറക്കി വെളിയിൽ വെച്ച് കാണിച്ചു തരാം എൻ്റെ സൈസ്. പടാ ഇറങ്ങി. ഇതിപ്പോൾ ഞാനോട്ടുള്ള അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇവന്മാരിങ്ങനെ നിൽക്കുന്നത്. അറിയാത്തവരാണെങ്കിൽ ഓടും, പേടിയാണ്. ഇറങ്ങിയോ വാ. നമ്മുടെ ഫീമെയിൽ മെയിലിനെ അപേക്ഷിച്ച് സ്വല്പം വലിപ്പക്കുറവുണ്ട്. അതിൻ്റെ കമ്പാരിസൺ അതങ്ങനെയാണ്. മെയിൽ ഫീമെയിലും വലിപ്പം. പിന്നെ കളർ പറയുന്നത് മെയിൽ വലുതാകുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലോട്ട് പോകും. ഇപ്പോഴും അത്യാവശ്യം കളറായി വരുന്നുണ്ട്. ഫീമെയിൽ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അങ്ങനെ നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളർന്നു. രോഗപ്രതിരോധശേഷി ഭയങ്കര രോഗപ്രതിരോധശേഷി, പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഉണ്ടാവാത്ത കാറ്റഗറിയാണ് ഒട്ടകപ്പക്ഷികൾ. ദുവാ അങ്ങോട്ട് വാ. അവന്മാരിതോ പോയി. അവന്മാർ വീണ്ടും പേടിച്ച് പോയി. നമുക്ക് അതുകൊണ്ട് അവന്മാരൊന്നും കൂടെ കേജിനകത്തോട്ട് കയറാം. അല്ല, അതിൻ്റെ മെയിലിൻ്റെ ചിറകിലെ കളർ വേണ്ട, വൈറ്റ് കളർ. വാടാ വാ ഓടുന്നു വാ. ഞാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെക്കാട്ടി ഹൈറ്റാണ്. എന്താ കുട്ടിയാണ്, ഇപ്പോൾ ഒരു 9-10 മാസം ആയതേ ഉള്ളൂ. കയറി വാടാ. വാ 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 ആരേക്ക് വാ 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 കയറി വാ. അസുഖങ്ങളില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവിടെ പ്രത്യേകത. പിന്നെ ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇവർക്ക് കൂടുതൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്നത്. അല്ലാതെ ഇതിന് ഒട്ടകപ്പക്ഷിക്ക് അതിന് കംപ്ലയിൻറ്റ്സ് കുറവാണ്. ഒട്ടകപ്പക്ഷി എമു എന്നൊക്കെ പറയാൻ ഭയങ്കര ഇമ്മ്യൂണിറ്റി ഉള്ള ബേഡുകളാണ്. അത്യാവശ്യം ഒരുപാട് എന്താ പറയുക, നമുക്ക് ഫുഡ് എക്സ്പെൻസ് ഒന്നും വേണ്ടി വരത്തില്ല. ഇതിന് കൂടുതലും പുല്ലുകളൊക്കെ നല്ല രീതിയിൽ കഴിക്കും. പിന്നെ കൊടുക്കുന്ന ഫുഡ് ഇപ്പോൾ കുട്ടികളായതുകൊണ്ട് നമ്മൾ ഗ്രോവർ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കടല പയറൊക്കെ മുളപ്പിച്ച് കൊടുക്കാം. ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസ് എല്ലാം കഴിക്കും. അപ്പോൾ നമ്മുടെ ഒട്ടകപ്പക്ഷികളെ കണ്ടില്ലേ പെട്ടെന്ന് വളർന്നു. ഞാനൊരു 3-4 മാസം മുന്നേ കൊണ്ടിപ്പോൾ ഇവിടെ വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് വളർന്നോ എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന ബേഡാണ്. ഇനി ഇവർ വളർന്നിട്ട് വേണം ഇവർ ബാക്കി ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും. ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ വരും. ആൾക്കാർക്ക് വളർത്താനും കൗതുകത്തിന് നിർത്താൻ പറ്റിയ ഒരു ബേഡാണ്. പിന്നെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകും. എമൂൻ്റെ കൂട്ടല്ല, സ്വല്പം വലിപ്പം കൂടുന്നതനുസരിച്ച് ഇവർക്ക് പേടിയും കൂടും. നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഹാൻഡിൽ ചെയ്ത് വേണം. ഉണ്ടോ അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവരിങ്ങനെ നിന്ന് കഴിക്കുന്നത്. വാ
എന്താ നമ്മൾ അത്രയും കുഞ്ഞുനാൾ തൊട്ട് തന്നെ വളർത്തിയെടുക്കും. കുഞ്ഞുനാൾ മേടിച്ച് വളർത്തുന്നതായിരിക്കും നല്ലത് ഒട്ടകപ്പക്ഷികളൊക്കെ. വലുതിനെ മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല ട്രെയിനറായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് തരുത്തൊന്നുമില്ല. അതാണ് ഒട്ടകപ്പക്ഷികളുടെ പ്രത്യേകത. ഇവർ വെളിയിൽ ഇറക്കി വേണം ഒരു ഓടുന്ന കാണണമെങ്കിൽ. ഇപ്പം നമുക്ക് അതിൻ്റെ സൗകര്യമില്ല, കാരണം വീഡിയോ എടുക്കുന്നത് കൊണ്ട് അത് ഇറങ്ങത്തില്ല. ഞാനുമായിട്ട് മാത്രം അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് വേറെ ആളെ കണ്ടു കഴിഞ്ഞാൽ അതായത് പേടി കാണിക്കുന്നത് അതാണ്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ തന്നെ ഫീഡ് കൊടുക്കുക, നമ്മൾ തന്നെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ പെറ്റ്സുകൾക്കും ഞാനോട്ട് നല്ല അറ്റാച്ച്മെൻ്റാണ്. വേറെ ആളെ കാണുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്കും അറ്റാച്ച്മെൻറ്റ് വരണമെന്നില്ല. നമ്മൾ അത്രയ്ക്കും ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമ്മളോട് എല്ലാ പെറ്റ്സുകൾക്കും അങ്ങനെയാണ്. ക്യാമറാമാനെ കണ്ടപ്പം ഒട്ടകപ്പക്ഷിക്ക് പേടി അങ്ങോട്ട് വരാൻ, അതാണ് ഇറങ്ങി ഓടിയത്. അപ്പോൾ നമ്മുടെ ഒട്ടകപ്പക്ഷി ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലൊക്കെയുള്ള നല്ല അടിപൊളി പെറ്റ് ഷോപ്പിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് പെറ്റ്സുകളുണ്ട്. അപ്പോൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.